അടുത്തതായി സംവരണത്തിന്റെ രാഷ്ട്രീയവും സംവരണീയരുടെ രാഷ്ട്രീയവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കേന്ദ്ര കമ്മിറ്റി അംഗം PK സാദിഖ് മുമ്പാട് നമ്മളോട് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സംവരണവുമായി ബന്ധപ്പെട്ട വളരെ ഇതിന്റെ ചരിത്രവും കേരളീയമായിട്ടുള്ള ഇതിന്റെ സാഹചര്യങ്ങളൊക്കെ വിശദമായിട്ട് വിലയിരുത്തപ്പെട്ടു കഴിഞ്ഞു. പലപ്പോഴും കേരളത്തിൽ സംവരണവുമായിട്ടുള്ള സംവാദങ്ങൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ സജീവമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ദേവസ്വം സംവരണവുമായി ബന്ധപ്പെട്ട് വീണ്ടും സംവരണത്തെക്കുറിച്ചുള്ള സംവാദങ്ങൾ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഏറ്റവും അടുത്ത് ഒരു ചാനലിൽ നടന്ന ചർച്ചയിൽ ഒരാൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിയാണ്, ഞങ്ങൾ ഒരുപാട് കാലം ഈ ഞങ്ങളുടെ മുൻ തലമുറ പിന്നാക്ക ജാതികളെയും അതുപോലെ തന്നെ ദളിത് വിഭാഗത്തെയും പീഡിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ വീണ്ടും ഇത് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമോ? അതായത് ഞങ്ങളുടെ ഈ ഉദ്യോഗസ്ഥ പ്രാതിനിധ്യം ഈ ഇത്തരം മേഖലകളിൽ ഇത് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമോ എന്നുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യം പലപ്പോഴും നമുക്കറിയാവുന്നതുപോലെ സാധാരണഗതിയിൽ ആളുകൾക്ക് സ്വീകരിക്കാവുന്ന അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ കൺവേ ചെയ്യപ്പെടാവുന്ന ഒരു ചോദ്യമാണ്. അതായത് ജാതിയുടെ ഭാരം, സംവരണത്തിന്റെ ഭാരം, ഇത് പലരും സംവരണത്തിന്റെ ഒരു ഭാരം, ജാതിയുടെ ഒരു ഭാരം വീണ്ടും പിന്നാക്ക ജാതികളിലേക്കും അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങളിലേക്കും സംവരണീയമായിട്ടുള്ള സമുദായങ്ങളിലേക്കും ജാതിയുടെ ഭാരം വരികയും ഒരു കാസ്റ്റ്ലെസ് സെൽഫായി ജാതി രഹിതനായിട്ടുള്ള ഒരു സ്വത്വമായിട്ട് മുന്നോക്കക്കാർ മാറുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവാദങ്ങളിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളുണ്ട്. ടീന നീരാമണി എന്ന് പറയുന്ന ഒരു ഗവേഷക ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും സംവരണ സംവാദങ്ങൾ കോളോണിയൽ കാലഘട്ടം മുതൽ അതുപോലെ തന്നെ അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റ്സ് മുതൽ മണ്ഡൽ കാലഘട്ടത്തിൽ രൂപപ്പെട്ടിട്ടുള്ള സംവരണ ചർച്ചകളിലൊക്കെയും സംവരണത്തിന്റെ ഭാരം പ്രത്യേകിച്ചും ഒരു സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഈ സംവരണീയ സമുദായങ്ങളുടെ മേലാണ്. എന്ന് മാത്രമല്ല, ഒരു കോമ്പൻസേഷൻ എന്ന നിലക്കാണ് സംവരണത്തെ പലപ്പോഴും ഒരു സാമാന്യമായിട്ടുള്ള സംവാദങ്ങളിൽ അതിനെ പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു നരേഷൻ തന്നെയും ഇത് പല വളരെ പോപ്പുലർ ആയിട്ടുള്ള എഴുത്തുകളിലൊക്കെ കാണാൻ പറ്റും. ഉദാഹരണമായിട്ട് ശശി തരൂരിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് മിഡ് നൈറ്റ്. ഇന്ത്യക്ക് 50 വർഷം കിട്ടിയ സമയത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, മിഡ് നൈറ്റ്. അപ്പൊ ഈ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ടു ഷെഡ്യൂൾഡ് റിസർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ശശി തരൂരിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പുസ്തകമാണ്. അതിൽ അദ്ദേഹത്തിന്റെ കേരളത്തിലുള്ള താവാളിനെ കുറിച്ചുള്ള ഇന്ത്യ നേടിയിട്ടുള്ള പുരോഗതിയെ ഒക്കെയാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ പൊതുവെ സാധാരണ സിവിൽ സർവീസിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ ശശി തരൂരിന്റെ ആ പുസ്തകം ഒന്ന് വായിച്ച് എഴുതിയാൽ പക്ഷെ അതിന്റെ ഒരു എസ്സേ ഫോർമാറ്റ് നമുക്ക് ഉപകാരപ്പെടും. കാരണം ഇന്ത്യനെ കുറിച്ച് സംസാരിക്കുന്ന ഐഡിയ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ടിപ്സ് കിട്ടുന്ന ഒരു പുസ്തകമാണ്, പോപ്പുലർ പുസ്തകമാണ്. ഒരു മലയാളം കൂടെ DC ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിലൊരു ചാപ്റ്ററിൽ അദ്ദേഹം മെട്രോ നഗരത്തിൽ നിന്ന് കേരളത്തിലെ റൂറൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ തറവാട്ടിലേക്ക് വരുന്നതും ആ തറവാട്ടിലെ അവിടുത്തെ അവസ്ഥകളെ കുറിച്ച് അദ്ദേഹം ഒരുപാട് റൂറൽ സെറ്റപ്പ്, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, അവിടെ കുട്ടികൾ കളിക്കുന്നത്, അതിൽ വളരെ ചാൾസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കളിക്കാൻ കൂടെ കിട്ടുന്നില്ല. ഒരു ഘട്ടത്തിൽ കളിക്കാൻ വലിയ കാരണവന്മാരെ കളിക്കാൻ കൂട്ടരുന്നത് പോലെ. പിന്നെ അദ്ദേഹം ഈ ചാൾസിന്റെ ഓരോ ഘട്ടങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒരു ഘട്ടം കഴിയുമ്പോൾ കളിക്കാൻ കൂട്ടും, പക്ഷെ വീട്ടിലേക്ക് കയറ്റുന്നില്ല. വീട്ടിലേക്ക് കയറിയ തന്നെ ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കാൻ സമ്മതിക്കുക, പുറത്ത്
അടുക്കളയുടെ പുറത്ത് വാഴ ഇല തവള ഭക്ഷണം ഒരുക്കുന്ന കാഴ്ച, ഇങ്ങനെയൊക്കെയാണ് അയാളുടെ ഒരു പുരോഗതി. പക്ഷെ അദ്ദേഹം റിസർവേഷനിലൂടെ തിരുവനന്തപുരത്ത് പോയി പഠിക്കുകയും സിവിൽ സർവന്റ് ആയി മാറുകയും അങ്ങനെ സിവിൽ സർവന്റ് ആയിട്ട് ലാൻഡ് റിഫോമിന്റെ സന്ദർഭത്തിൽ ഇവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് വീണ്ടും ഇദ്ദേഹത്തിന് ഇവരുടെ വീട്ടിലേക്ക് വരാവുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാര്യം പറയുന്നു. അപ്പൊ ഈ സന്ദർഭത്തിൽ അദ്ദേഹം വീട്ടിലേക്ക് വരുന്നു. അപ്പൊ ഈ അമ്മാവനൊക്കെ നിൽക്കുന്നുണ്ട്, പട്ടത്തെ അമ്മാവനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ശശി ഈ ഇദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അദ്ദേഹം പേടിച്ചു ഇനി വീട്ടിലേക്ക് കയറ്റാൻ സമ്മതിക്കാതിരിക്കും. പക്ഷെ അദ്ദേഹം വീട്ടിലേക്ക് കയറി. അപ്പൊ അമ്മാവൻ അടുത്തുണ്ടായിരുന്ന വേലക്കാരനോട് ഇയാളുടെ കാലിലേക്ക് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. ആ കാലിലേക്ക് വെള്ളം ഒഴിച്ചു. അദ്ദേഹം വീട്ടിലേക്ക് കയറി. അപ്പൊ ശശി തരൂർ പറയുന്നത് ഇത് വളരെ ഇന്ത്യയുടെ ഒരു മോഡേണിറ്റി എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു റൂറൽ ആയിട്ടുള്ള ഇത്തരം ഘടകങ്ങളെ, പ്രീ മോഡേൺ ആയിട്ടുള്ള ഇത്തരം ഘടകങ്ങളെ മാറ്റിയെടുത്തത് എന്നുള്ളൊരു ഉദാഹരണമാണ്. പക്ഷെ അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നതാണ് വളരെ ഒറ്റ വീട്ടിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ മകനെ ഞാൻ എങ്ങനെയായിരിക്കും അഭിമുഖീകരിക്കുക എന്നുള്ള ഒരു ചോദ്യത്തിലൂടെയാണ്. അപ്പോൾ വളരെ പ്രത്യക്ഷത്തിൽ വളരെ ലീനിയർ ആയിട്ട് ഇതിനെ വിശദീകരിച്ചു പോകുമ്പോൾ നമുക്കറിയാം ഇനി അദ്ദേഹത്തിന്റെ മകനാണ് ഒരു പുതിയൊരു വിഭജനത്തിന്റെ, അങ്ങനെയാണ് അദ്ദേഹം അവസാനം പുതിയൊരു വിഭജനത്തിന്റെ ആയിത്തീരുന്നു. അത് പ്രത്യേകിച്ചും മണ്ഡലാനന്തര കാലഘട്ടത്തിലുള്ള ജാതി സംവാദങ്ങൾ വളരെ നിർണായകമാണ് സ്റ്റേറ്റിൽ. അപ്പൊ ജാതി വീണ്ടും കടന്നു വരുന്നത് ആലോചിച്ച് നോക്ക്. ജാതി ഈ ശശി തരൂരിന്റെ ഈ നരേഷനിൽ വീണ്ടും കടന്നു വരുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ട സംവരണീയനായിട്ടുള്ള ഒരാളിലൂടെയാണ് ജാതി കടന്നു വരുന്നത്. അപ്പൊ ഇവിടെ ശശി തരൂർ അടക്കമുള്ള ആളുകൾ സെക്യുലർ സെൽഫ് എന്ന് പറയുന്നത് ജാതീയമല്ലെന്നും സംവരണീയ സമുദായങ്ങളിലൂടെയാണ് ജാതിയെ ഇന്ത്യ തിരിച്ചറിയുന്ന മൊമെന്റുകൾ ഉണ്ടായിരിക്കുന്നത്. ജാതിയെ കുറിച്ചുള്ള വലിയ സംവാദങ്ങൾ മണ്ഡലാനന്തര കാലഘട്ടത്തിലാണല്ലോ ഇന്ത്യയിൽ നോക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോ CPM-മാരൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഈ സമയത്ത് ഈ ജാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ജാതി വീണ്ടും തിരിച്ചു വരുന്നു. അപ്പൊ ഈ സെക്യുലർ സെൽഫായിട്ട് എന്തുകൊണ്ട് ഇവർക്ക് നിൽക്കാൻ പറ്റുന്നു എന്നുള്ള ചോദ്യം. അപ്പൊ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഒരു ഇന്ത്യയുടെ ഗ്രാജുവൽ ആയിട്ടുള്ള മോഡേണിറ്റിയിലേക്കുള്ള എൻട്രിയെ കുറിച്ച് ശശി തരൂര് ഇത് പല പോപ്പുലർ ആയിട്ടുള്ള പല ഫിക്ഷനുകളും ഇതിന്റെ ഇത് കാണും. ഇതിനെ കുറിച്ച് തന്നെ വേറൊരു റൈറ്റ് ഉദാഹരണമായിട്ട് സത്യമേവ ജയതേ എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. ആമിർ ഖാൻ ആയിരുന്നു നടത്തിയിരുന്നത്. വളരെ പോപ്പുലർ ആയിട്ടുള്ള റിയാലിറ്റി ഷോ ആയിരുന്നു. ഈ റിയാലിറ്റി ഷോയില് ജാതിയെ കാണിച്ചിട്ടുള്ള ഒരു രംഗം നമ്മൾ ആരെങ്കിലും കേരളത്തിലുള്ള എല്ലാവർക്കും സുഖിക്കുന്ന സ്റ്റാലിന്റെ ഡോക്യുമെന്ററി ഒക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ അതിനെ കുറിച്ച് ആനന്ദമയ രീതിയിലുള്ള വളരെ രസകരമായ കാര്യങ്ങൾ അതിലൊരിക്കലും വളരെ ആമിർ ഖാൻ അതിൽ കരയുന്നുണ്ട്. ആമിർ ഖാൻ നോക്കൂ ഈ കാഴ്ച നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് ആമിർ ഖാൻ. പക്ഷെ ഷോയിൽ ഒരിക്കലും ജാതി എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. രണ്ടാമത്തത് അംബേദ്കറെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ അതിൽ ഇന്റർവ്യൂ എടുത്തിരുന്ന ഒരു ദളിത് പ്രൊഫസർ അദ്ദേഹത്തോട് പിന്നീട് ചോദിക്കുമ്പോൾ അദ്ദേഹം അംബേദ്കറെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ കട്ട് ചെയ്യേണ്ടി 2004 റിയാലിറ്റി ഷോ. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു നരേഷനിൽ ഈ ജാതി എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നില്ല. അത് ഒരു കമ്പാഷന് വേണ്ടിയിട്ട് ആളുകൾ പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിലൂടെ ഈ ജാതിയുടെ പ്രശ്നം അപ്പൊ ഇതിനെ കുറിച്ച് പിന്നീട് ചോദിച്ചപ്പോൾ എന്റെ പ്രൊഡ്യൂസറൊക്കെ പറഞ്ഞത് ആളുകൾ ജാതി എന്ന് പറഞ്ഞാൽ വീണ്ടും ഡിവിസീവ് ആയിരുന്നു. ജാതി എന്ന് പറയുന്ന പ്രശ്നം ഉന്നയിക്കുന്നതോടുകൂടി ഈ പ്രശ്നം സ്കാവഞ്ചിങ് കമ്മ്യൂണിറ്റിയുടെ പ്രശ്നമാണ് അത് ഉന്നയിച്ചത്. അപ്പോൾ ഡിവിസീവ് ആയി പോകും. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ അത് ഉന്നയിക്കാതിരുന്നതാണ്. അത് വീണ്ടും ഡിവിഷൻ ഉണ്ടാകും. അപ്പം വീണ്ടും നേരത്തെ പറഞ്ഞ മാതിരി കമ്പാഷനിലൂടെ ഒരു അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ കമ്പാഷനിലൂടെ മാത്രം ഉണ്ടായിത്തീരുന്ന ഒന്നാണ് രീതി എന്നുള്ള പ്രശ്നം. അപ്പൊ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ജാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ബേർഡൻ ഇതിനെ കുറിച്ച് MSS പാണ്ഡ്യനെ പോലുള്ള വലിയ സ്കോളേഴ്സ് വൺ സ്റ്റെപ്പ് ഔട്ട് സൈഡ് മോഡേണിറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വളരെ രസകരമായിട്ടുള്ള വളരെ അതേസമയം വളരെ തീഷ്ണമായിട്ടുള്ള എസ്സേയിൽ ഈ പ്രശ്നം എപ്പോഴും പറയുന്നത്. അപ്പോൾ എപ്പോഴും മോഡേൺ ആയ ഒരു സ്ഥലത്ത് വളരെ സെക്യുലർ എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു പബ്ലിക് സ്പേസിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഇപ്പോ സ്വാതന്ത്ര്യത്തിന് ഇത്രയും കാലത്തിന് ശേഷവും ഈ ബേർഡൻ ഇവർക്ക് മാത്രം പേറേണ്ടി വരുന്നുണ്ട്, സംഭരണീയ സമുദായങ്ങൾക്ക് മാത്രം പേറേണ്ടി വരുന്നത്? അപ്പൊ ഈ നരേഷനിലൊക്കെ മിസ്സായി പോകുന്നത് യഥാർത്ഥത്തിൽ ഈ മോഡേണിറ്റിയിലേക്ക് നയിച്ചിട്ടുള്ള വേറെ ഒരുപാട് സമരങ്ങളുടെയും അവരുടെ ആർട്ടിക്കുലേഷനും
ഈ നരേഷനിലേക്ക് വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ശശി തരൂരിന്റെയും ഞാൻ നേരത്തെ പറഞ്ഞ സത്യമേവ ജയതയുടെ ഒക്കെ നരേഷൻ ഒന്നുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുക. അവിടെയാണ് ഈ മൊഡേണിറ്റി, സോക്കോൾഡ് ഇന്ത്യൻ മൊഡേണിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയതയുടെ തന്നെ ചില സങ്കീർണതകളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മാത്രമേ ഇതിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ എന്ന പ്രശ്നം. അതിനെക്കുറിച്ച് ചില സൂചനകൾ വരികയാണ്. ഉദാഹരണമായിട്ട് ഇതൊരു കോമ്പൻസേഷൻ ആയിട്ടുള്ള ഒരു സംഗതിയല്ല റിസർവേഷൻ എന്ന് പറയുന്നത്. അംബുജാഷൻ സാറും അജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിളാണ്. കാരണം സംവരണം എന്ന് പറയുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് തന്നെ ഈ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ അതൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സംവരണീയ സമുദായങ്ങളുടെ വളരെ തീക്ഷ്ണമായിട്ടുള്ള സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും അതുപോലെ തന്നെ അവരുടെ വലിയ വൈജ്ഞാനികമായ അധ്വാനങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് ഈ ഒരു സ്റ്റേജിലേക്ക് അത് എത്തിയത്. അപ്പൊ ഇതൊരു ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ എന്നതിനപ്പുറം ഒരു കമ്പാഷനെയോ അതല്ലെങ്കിൽ ഒരു കോമ്പൻസേഷന്റെ ഒരു പൊളിറ്റിക്സിന്റെയാണ്. അപ്പൊ അതെന്താ പറയുന്നത്, സംവരണീയ സമുദായങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നതും അവരുടെ ഇത്തോസ് എന്ന് പറയുന്നതും അവരുടെ ഭാവനകൾ എന്ന് പറയുന്നതും തീർച്ചയായിട്ടും കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് സംവരണത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിക്കുക, യഥാർത്ഥത്തിൽ സംവരണം എന്ന് പറയുന്ന ഒരു കാറ്റഗറി, പ്രത്യേകിച്ച് ലിബറൽ ഡെമോക്രസി പ്രാതിനിധ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യയിൽ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇൻഡിവിജ്വൽ പ്രാതിനിധ്യം എന്ന് പറയുന്നത് കാരണം ഇന്ത്യയിൽ നമുക്കറിയാം ഒരു പബ്ലിക്കിനെ ഇമാജിൻ ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ ഇല്ല. ഇന്ത്യയിൽ പബ്ലിക് റോഡ് ഒരു കാര്യമായി ജാതീയതയുടെ സംഖ്യകൾ കൂടെ പറഞ്ഞു കഴിഞ്ഞു. പബ്ലിക് എന്ന് പറയുന്നത് തീർത്തും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത, ഭാവന ചെയ്യാൻ പറ്റാത്ത ഒരു സ്പേസ് ആയിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ശ്രേണിബദ്ധമായിട്ടുള്ള ഒരു ജാതിഘടന നിലനിന്നിരുന്ന ഇന്ത്യയിൽ പബ്ലിക് സ്പേസ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ അവിടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ജാതി സമുദായങ്ങൾ അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ മാത്രം താല്പര്യങ്ങൾ മാത്രം പ്രകടിപ്പിച്ചിരുന്നു. അവരുടെ സമുദായ ഫോർമേഷൻ അവരായിരുന്നല്ലോ. നമ്മൾ സാധാരണ ഇന്ത്യൻ ദേശീയതയെ കുറിച്ച് പറയുമ്പോൾ കൊളോണിയലിസം അതിന് ചില ദേശീയത എന്ന് പറയുന്ന ഒരു ഡൈക്കോട്ടമിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കാറുള്ളത്. പക്ഷെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ എപ്പോഴാണ് ഈ ദേശീയമായിട്ടുള്ള സമരം രൂപപ്പെടുന്നത്? നേരത്തെ സൂചിപ്പിച്ചു, ജ്യോതിറാവ് ഫുലെയുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയും സാമൂഹിക പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുകയും ആ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനപരമായി പ്രാതിനിധ്യം, കൊളോണിയൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പല പോസ്റ്റുകളിലും പ്രാതിനിധ്യം, ജാതികൾ, സംവരണീയ സമുദായങ്ങൾ ഈ പ്രാതിനിധ്യത്തിലൂടെ അവിടെ കയറി വരികയും ചെയ്ത സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവശ്യകത. നമ്മൾ ഇന്ന് കാണുന്ന ഹിന്ദു സഭ മുതൽ ദേശീയ പ്രസ്ഥാനം വരെ, അതുവരെ ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആരുടെ കൂടെ നിന്നിരുന്ന പ്രസ്ഥാനമായിരുന്നു. ബ്രിട്ടീഷുകാര് ഇവിടെ ഭരിക്കണതിന് അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം കോളാബറേറ്റീവ്സ് അവര് രണ്ടുപേരും അവരുടെ ഇൻട്രസ്റ്റുകൾ സംരക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ അവരോട് വരുമ്പോ അവർ വിചാരിച്ചത് ഇപ്പോഴത്തെ ഒരു ഡൊമിനന്റ് കമ്മ്യൂണിറ്റി ആണ്, അവരെ കൂടെ നിൽക്കുക എങ്കിൽ മാസിനെ കൂടെ നിൽക്കാം എന്നുള്ള സൈക്കോളജിയിലാണ് അവർ ആദ്യഘട്ടങ്ങളിൽ കാര്യങ്ങൾ നീക്കിയിരുന്നത്. അവരുടെ പൊളിറ്റിക്സ് അതായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് അവർക്ക് മനസ്സിലായി ഇതര സമുദായം, അതിന് പല ഘടകങ്ങളുണ്ട്. മുസ്ലിമാരുടെ പ്രവർത്തനം, അതുപോലെ തന്നെ ബുദ്ധ, ചൈന, ഇസ്ലാം പാരമ്പര്യങ്ങൾ, പിന്നാക്ക സമുദായങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യത്യാസങ്ങൾ, ഇത്തരം ഒരുപാട് ഘടകങ്ങൾ. പക്ഷെ ഈ സംഗതികളിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ള പുതിയൊരു സമുദായ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇവർക്കൊക്കെ റെപ്രസെന്റേഷൻ കൊടുക്കാൻ പോകുന്നത്. ഈ പ്രാതിനിധ്യമാണ് യഥാർത്ഥത്തിൽ ഇനി ഞങ്ങൾ സ്വതവേ പുലർത്തിപ്പോന്നിരുന്ന അധികാര സ്ഥാനങ്ങളിലേക്ക് ഞങ്ങൾ ഒരിക്കലും കാണാൻ പറ്റാത്ത ആളുകൾ വരെ അടുത്തു വരുന്നതും ആ സ്ഥാനങ്ങളിൽ അവർ ഇരിക്കുന്നതും കാണുന്നതോടുകൂടിയാണ് ദേശീയ പ്രസ്ഥാനം വളരെ ശക്തിയാർജിക്കുന്നത് എന്ന് മാത്രമല്ല ഹിന്ദു ഏകീകരണം എന്ന് പറയുന്ന വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രവർത്തനം മുസ്ലിം എന്ന് പറയുന്നതും അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്നത് ഈ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ സംവരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും തീഷ്ണമായിട്ടുള്ള കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്ത്യയിലെ നമുക്ക് വളരെ ലളിതമായ ഇന്ത്യയിൽ കൊളോണിയലിസവും അതിനെതിരെ പോരാടിയ ദേശീയത എന്ന് പറയുവാൻ സാധ്യമല്ല. കാരണം ഈ ദേശീയതക്കടുത്ത് തന്നെ ഉണ്ടായിരുന്ന നിരന്തരം ഈ ദേശീയത, കാരണം ദേശീയതയെ കുറിച്ച് സാധാരണഗതിയിലെ ആളുകൾ പറയാറുണ്ട് ദേശീയത എന്ന് പറയുന്നത് കൊമറേഡ്ഷിപ്പിന്റെ പേരാണ്. ഞാനും നിങ്ങളും ഈക്വലായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു സ്പേസ് ഉണ്ടാവുന്ന ദേശീയത സാധ്യമാവുകയാണ്. നമ്മൾ രണ്ടുപേരും ഈ അർത്ഥത്തിൽ തുല്യരാണ്, എല്ലാ അവകാശങ്ങളുടെയും എൻടൈറ്റിൽമെന്റിന്റെയും കാര്യത്തിൽ തുല്യരാണ് എന്നുള്ള ഒരു സാമൂഹികമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമേ
പൊളിറ്റിക്കലായിട്ട് ഒരു ജനാധിപത്യത്തെ കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റും. അല്ലെങ്കിൽ വീണ്ടും ഇതിനകത്ത് എക്സ്പ്ലോയിറ്റേഷനും ചൂഷണങ്ങളൊക്കെ വരും. പക്ഷേ ഇന്ത്യയിൽ ഒരിക്കലും തന്നെ നമുക്കറിയാം അത്തരം ഒരു മൂവ് വിജയിക്കുമെന്ന ഘട്ടത്തിലാണ് ഈ അജണ്ടയെ മാറ്റി വെച്ചുകൊണ്ട് ഈ അർത്ഥത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഡെമോക്രസിക്ക് വേണ്ടി നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യണം, അതായത് എന്നുള്ള ഒരു ആവശ്യം വരികയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഒരുപാട് സംഗതികൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. അപ്പോ ഇന്ത്യയിലെ ഈ ദേശീയത എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലൊരു വലിയ ഈ ഇൻട്രസ്റ്റിനെ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു ഫൗണ്ടേഷണൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് നിലക്ക് തന്നെ റിസർവേഷൻ പോലുള്ള തത്വങ്ങൾ പലപ്പോഴും നമുക്കറിയാം അത് വളരെ സൂക്ഷ്മമായി ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റും അതിലേക്ക് വന്നിട്ടുള്ള പ്രൊസസ്സിലേക്ക് പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിങ്ങൾ ഒരു ഘട്ടത്തിൽ റിസർവേഷന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ പാർട്ടീഷൻ സംഭവിച്ചതോടുകൂടി മുസ്ലിങ്ങൾക്ക് പിന്നെ ഒരു ശബ്ദം ഉയർത്താൻ പോലും പറ്റിയില്ല. വല്ലഭായ് പട്ടേൽ ആരെങ്കിലും ഉയർത്തുമ്പോൾ തന്നെ അത് വീണ്ടും ഡിവിസീവ് ആയിട്ടുള്ള ഒരു സംഗതിയായിരിക്കും എന്ന് പറയുകയും അങ്ങനെ അടിച്ചമർത്തുകയും ചെയ്തിട്ടുള്ളതായ അതിനെ ശബ്ദിച്ചിട്ട് അതിന് ദളിത് സമുദായത്തിൽ നിന്നുണ്ടായിരുന്ന വലിയ ആവശ്യം എന്ന് പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ റെപ്രസെന്റേഷനും സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് നോക്കി നിൽക്കാനുള്ള ഒരു ഡിമാൻഡ് ആയിരുന്നു. പക്ഷെ നമുക്കറിയാം ആ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് നിൽക്കാനുള്ള സംഗതിയെ വകവെച്ചു കൊടുക്കാതിരിക്കുകയും പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് അതിനെ കൊണ്ടുവരികയും ചെയ്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള റിലീജിയസ് ഡിഫറൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള ഒരു കോൺട്രാക്റ്റാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ളത്. അപ്പം ഇങ്ങനെയാണ് സംവരണത്തിന്റെ നേതൃത്വപരമായി സംവരണം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പ്രാതിനിധ്യത്തിന്റെയും എംപവർമെന്റിന്റെയും അതോടൊപ്പം തന്നെ ഇമാൻസിപ്പേഷന്റെയും ഒരു ഘടകം എന്ന നിലയ്ക്ക് വലിയ രീതിയിലുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം തിരിച്ചു വരുന്ന ഒരു സന്ദർഭമായിട്ടാണ് ഇന്ത്യയിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ളത് കാണാൻ പറ്റും. അതിപ്പോ കേരളത്തിൽ കൂടെ നേരത്തെ മലയാളികൾ എന്ന് പറയുന്നത് നായർ, പ്രത്യേകിച്ചും നായർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഭാവന എങ്ങനെ ഉണ്ടാവുന്നു? അത് ഡെമോഗ്രഫി ജനസംഖ്യാപരമായിട്ടുള്ള രാഷ്ട്രീയം കോളനിയൽ കാലഘട്ടത്തിൽ പ്രാക്ടീസ് ചെയ്തതോടുകൂടിയാണ് ഒരുപാട് സമുദായങ്ങൾ വന്നിട്ട് നായർ കമ്മ്യൂണിറ്റി എന്നായി മാറുകയും അത് തമിഴ് ബ്രാഹ്മിൻസിനെതിരായിട്ടുള്ള സമരം നടത്തുകയും കമ്മ്യൂണിറ്റി ഫോർമേഷൻ, നായർ കമ്മ്യൂണിറ്റി ഫോർമേഷന്റെ തന്നെ ഒരു അടിത്തറ ഈ സംവരണീയമായ പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ ഒരു തലത്തിൽ നിന്ന് ഉയർന്നു വരുന്നു. അപ്പം സംവരണം ഈ അർത്ഥത്തിൽ ഇന്ത്യയിലെ പൊളിറ്റിക്സ് എപ്പോഴും ഡിറ്റർമിൻ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ സാധാരണ പൊളിറ്റിക്സിന് ഇന്ത്യയിൽ സോഷ്യലായിട്ട് ബന്ധമല്ല, സാമൂഹികമായിട്ടൊരു സംഗതിയായിട്ട് ബന്ധമല്ല എന്നുള്ള അർത്ഥത്തിലുള്ള കോൺസെൻസസ് ദേശീയ നേതാക്കന്മാരുടെ ഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ വേറെ പരിഗണിക്കേണ്ടത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂണ്. പക്ഷെ നമുക്കറിയാം സംവരണം പോലുള്ള പ്രശ്നങ്ങൾ സോഷ്യൽ എന്ന് പറയപ്പെടുന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഘട്ടങ്ങളിലാണ് പിന്നീട് ഇന്ത്യയിൽ എല്ലാ കാലഘട്ടത്തിലും ദേശീയമായിട്ടുള്ള ഈ സമുദായങ്ങളുടെ ഒരു പുതിയൊരു ഭാവന ഇവിടുത്തെ ജനാധിപത്യത്തെ പുനർനിർണയിക്കാനുള്ള നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. മണ്ഡൽ രൂപപ്പെട്ട വന്ന സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മണ്ഡൽ കമ്മീഷൻ നടപ്പിലാക്കുന്നതോടുകൂടിയാണ് റിസർവേഷനെ കുറിച്ചുള്ള വലിയൊരു വീണ്ടും ജാതി എന്ന് പറയുന്ന ഇന്ത്യയിൽ തിരിച്ചു വരുന്നു എന്നുള്ളൊരു ഒരു പ്രതീതി. പക്ഷെ പാണ്ഡ്യൻ പറയുന്നത് പോലെ ജാതി യഥാർത്ഥത്തിൽ തിരിച്ചു പോയതല്ല. കാരണം ഈ സെക്യുലർ സെൽഫ് എന്ന് പറയുന്ന സാധനം, പബ്ലിക് സെൽഫ് എന്ന് പറയുന്ന സാധനത്തിൽ ഇതിന്റെ ഒരു വോയിസിനെ ഇല്ലാതാക്കി കളയുകയും ഈ ബേർഡൻ മുഴുവൻ ഇവിടേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിറ്റികളുടെ ജനാധിപത്യത്തിനെ കുറിച്ചുള്ള ഭാവനകൾ ഒന്നും അതുകൊണ്ടാണല്ലോ നമ്മള് ചിലര് ജാതീയ നേതാക്കന്മാരും ചിലര് ദേശീയ നേതാക്കന്മാരും ഒക്കെ ആയിരുന്നു. അപ്പൊ ഈ ഒരു പ്രശ്നം മണ്ഡൽ കാലഘട്ടത്തിൽ വളരെ രൂക്ഷമായി ഈ സംവാദം നടക്കുകയുണ്ടായി. പക്ഷെ മണ്ഡലാനന്തരം ഒരു പുതിയൊരു രാഷ്ട്രീയം, അത് രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ലിറ്ററേച്ചറിലും സാഹിത്യത്തിലും നാടകത്തിലും ഒക്കെ വലിയ രീതിയിലുള്ള ഇതിന്റെ പ്രതിഫലനങ്ങൾ, പ്രത്യേകിച്ച് സംവരണീയ സമുദായങ്ങളുടെ പുതിയൊരു രാഷ്ട്രീയം, അത് അവരുടെ ഒരു സമഭാവനയുടെയും ഒക്കെ ഒരു രാഷ്ട്രീയത്തിന്റെ അലയുകൾ ഉണ്ടായെന്നുള്ളത് കാണാൻ പറ്റും. പക്ഷെ ആ മണ്ഡൽ കാലഘട്ടത്തിൽ തന്നെയാണ് ബാബരി എന്ന് പറയുന്ന മണ്ഡലിനെ നേരിടാൻ റാം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമായിട്ട് വരും. ആ കാലഘട്ടത്തിൽ അവർ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം തന്നെ ഉണ്ടായിരുന്നു. അതായത് വിത്ത് ദ ഓർ ഓഫ് റാം, രാമന്റെ ഒരു ഓറയിൽ റിസർവേഷനെ നിങ്ങൾ ഒഴുക്കിക്കളയുമെന്ന് പരസ്യമായിട്ട് തന്നെ ഇന്ത്യൻ മേഖലകളിൽ RSSന്റെ പ്രചാരകരായിട്ടുള്ള ആളുകൾ മുദ്രാവാക്യം വെച്ചിരുന്നു. റാമിന്റെ ഓറ വെച്ചിട്ട് വീണ്ടും ഈ ഏകീകരണം പോസിബിൾ ആക്കാൻ പറ്റുമെന്നും സംവരണീയ സമുദായങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഐക്യത്തെയും രാഷ്ട്രീയമായിട്ടുള്ള ഭാവനകളെയും ഒരു ഹിന്ദു ഏകീകരണത്തിന്റെ ഒരു പ്രോസസ്സിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ്
അവർ കരുതിയിരുന്നത്. ഒരുപക്ഷെ അത്തരമൊരു ശ്രമം പിന്നീട് നമുക്ക് കാണാൻ പറ്റും ഒരർത്ഥത്തിലൊക്കെ വിജയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇന്ത്യൻ ദേശീയതയുടെ ഈ ഹിന്ദു സ്വഭാവത്തെ, സാംസ്കാരിക ദേശീയതയുടെ ഒരു സ്വഭാവത്തെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള വലിയ ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി, ഉദാഹരണമായിട്ട് എന്തുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കാൻ, ഈ ഒരു സാംസ്കാരിക ദേശീയതയുടെ, ഹിന്ദു ദേശീയതയുടെ ഇതിനെ പ്രതിരോധിക്കുവാൻ എപ്പോഴും സാധിക്കുക തീർച്ചയായിട്ടും സംവരണീയ സമുദായങ്ങളുടെ രാഷ്ട്രീയ ഭാവനകൾ, അതിന്റെ ജ്ഞാനഭാവനകൾ. പലപ്പോഴും അക്കാഡമിക് മേഖലകളിലൊക്കെ മണ്ഡലത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള 90-കൾക്ക് ശേഷം വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച്, ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരു എപ്പിസ്റ്റമോ ജ്ഞാനശാസ്ത്രപരമായിട്ട് തന്നെ വലിയൊരു ഷിഫ്റ്റ് കാണാൻ പറ്റും. സാംസ്കാരികപരമായിട്ട് തന്നെ വലിയ തിരിഞ്ഞുനോട്ടങ്ങൾ ചരിത്രത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിലും ഒക്കെ ആയിട്ടുള്ള നോട്ടങ്ങളും അതിന്റെ റിഫ്ലക്ഷൻസ് നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും അതുപോലെ പുതിയ രാഷ്ട്രീയ ഭാവനകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ സംഭവങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന സംഭവം. അപ്പം ഇത് ഒരു സംവരണീയ സമുദായങ്ങളുടെ, പലപ്പോഴും സംവരണം എന്ന് പറയുന്നത് കൊളോണിയൽ ഗവൺമെന്റിനോ പിൽക്കാല ഗവൺമെന്റുകൾക്കോ ഒരു ഗവേണൻസിന്റെ ഭാഗമായിരിക്കാം. പക്ഷെ സംവരണീയ സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പോലുള്ള ഒരു ശ്രേണീകൃതമായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പുതിയ ജനാധിപത്യ ഭാവനയൊക്കെ നിർണ്ണയിക്കുന്നത്. അപ്പൊ പബ്ലിക് ആക്ഷൻ എന്ന് പറയുന്നതാണല്ലോ പബ്ലിക് സ്പേസിനെ ഉൾപ്പെടുത്തുന്നത്. കേരളത്തിലടക്കമുള്ള പബ്ലിക് ആക്ഷന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു എപ്പോഴാണ് ആളുകൾ അവരുടെ ചില ഈ പബ്ലിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നിരപേക്ഷമായിട്ട് കിടക്കുന്ന ഒന്നല്ല. അപ്പൊ റോബിൻ ജെഫ്രിനെ പോലുള്ള ആളുകൾ കേരളത്തിലെ പബ്ലിക് ആക്ഷനെ കുറിച്ച് പറയും. എപ്പോഴാണ് കേരളത്തിൽ എല്ലാ ഈ പല നായർ യുവാക്കളും ഒരു കാലഘട്ടത്തിൽ വളരെ ആക്റ്റീവായിട്ട് പബ്ലിക് സ്പേസിൽ ഇറങ്ങിയത്? അതിന് ഇവിടുത്തെ ഈ മരുമക്കത്തായത്തിന്റെ തകർച്ച, അതുപോലെ തന്നെ ഉണ്ടായിരുന്ന സാമൂഹിക മാറ്റങ്ങൾ മൊത്തത്തിൽ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള അർത്ഥത്തിലേക്ക് പോകുന്നത്, പഴയ ഒരു ഫ്യൂഡൽ ഘടകങ്ങളുടെ ചോർച്ച, ഇതൊക്കെ ഉണ്ടായിത്തീരുമ്പോഴാണ് ഈ ഒരു സംഗതിയാണ് പല രീതിയിലുള്ള പബ്ലിക് ആക്ഷനായിട്ട് പ്രചരിക്കുന്നത്. EMS തന്നെ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് നായർ നമ്പൂതിരി യുവാക്കളോട്, നിങ്ങൾ ഇങ്ങനെ പോയാൽ ചരിത്രത്തിൽ എവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് മോഡേണിറ്റിയിലേക്ക് കിടക്കൂ, അവിടെ മോഡേണിറ്റിയുടെ ഉള്ളിൽ ഇൻഡിവിജ്വൽ സെൽഫായിട്ട് താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗം നമുക്കറിയാൻ പറ്റും. അപ്പൊ ഇതുപോലെ ഈ ഒരു താല്പര്യം ഒരു വാക്കുണ്ടായിരുന്നു. അവരാണ് പിന്നീട് ദേശീയതയെയും പബ്ലിക് സ്പേസിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് പത്രങ്ങളും അതുപോലെ തന്നെ പബ്ലിക് സ്പേസിലെ ചർച്ചകളിലും. ഈ ഇൻട്രസ്റ്റുകൾ, ഈ ഇത്തോസ് ജനാധിപത്യത്തില് കേവലം അതിന്റെ തത്വങ്ങൾ മാത്രമല്ല, പല രീതിയിലുള്ള ഇത്തോസ് ജനാധിപത്യത്തിൽ വർക്ക് ചെയ്യും. ഇത്തരം ഇത്തോസാണ് വർക്ക് ചെയ്തത്. അപ്പം നമുക്കറിയാം കൊളോണിയൽ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. കാരണം ബ്രിട്ടീഷുകാർ ഒരു ഔട്ട്സൈഡേഴ്സ് എന്ന അവർക്ക് ഇത് മാനേജ് ചെയ്യാൻ, അതിപ്പോ സംവരണീയ സമുദായങ്ങളാണെങ്കിൽ അവരുടെ ഇത്തോസും അവിടെ വർക്ക് ചെയ്യുന്നതിൽ അവർക്ക് പ്രത്യക്ഷത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഒരു ഈ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം നമുക്കറിയാം ഈ സെക്യുലർ സെൽഫിന്റെ പേരിലുള്ള ഈ അർത്ഥത്തിലുള്ള ഇതിനെ പൂർണ്ണമായിട്ടും താഴ്ന്നു നിർത്താനുള്ള ശ്രമങ്ങൾക്ക് വലിയൊരു ഔട്ട്ബ്രേക്ക് ഉണ്ടാവുന്നത് മണ്ഡലത്തിന് ശേഷമാണ്. അപ്പം ഇത് കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം ഈ പബ്ലിക് ആക്ഷൻ എങ്ങനെയാണ് ഈ കേരളത്തിലെ സംവരണീയ സമുദായങ്ങളുടെ പബ്ലിക് ആക്ഷൻ തുടങ്ങുന്നത് എവിടെ നിന്നാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചരിത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ പൊളിറ്റിക്സിന്റെ തന്നെ ഒരു റിട്ടേൺ എന്ന് നടക്കുന്നത് കേവലം ഒരു കോമ്പൻസേഷൻ എന്നുള്ളത് അതല്ലെങ്കിൽ ഒരു എംപവർമെന്റ് പ്രോഗ്രാം എന്നതിനപ്പുറം ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ രാഷ്ട്രീയ ചലനങ്ങളെ തന്നെ നിയന്ത്രിക്കുന്ന, നിർണയിക്കുന്ന ഒരു ഘടകമായി സംവരണം എന്ന് പറയുന്നതും സംവരണീയ സമുദായങ്ങൾ എന്ന് പറയുന്നതും പല ഘട്ടങ്ങളിലും മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എപ്പോഴാണ് ഈ സമുദായങ്ങൾ ഈ സംവരണത്തിന്റെ ഈ രാഷ്ട്രീയത്തെ, ഈ സമുദായങ്ങളുടെ ഈ രാഷ്ട്രീയത്തെ സ്വയം മറക്കുകയോ അല്ലെങ്കിൽ അത്തരം ഒരു യുക്തിക്ക് ഇതൊരു കോമ്പൻസേറ്ററി ആയിട്ടുള്ള അക്കോമഡേറ്റീവ് ആക്ഷൻ എന്നുള്ളൊരു യുക്തിയിലേക്ക് പോവുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു രാഷ്ട്രീയം ഇല്ലാതായി പോവുകയും ഇതിന്റെ ചരിത്രം അതിൽ നിന്ന് തീർത്തും ഇല്ലാതായി പോകുന്നത്. അപ്പം ഈ ഒരു സംവരണത്തിന്റെ, സംവരണീയ സമുദായങ്ങളുടെ രാഷ്ട്രീയത്തെ, അതിന്റെ ഇത്തോസിനെ, അതിന്റെ പ്രിൻസിപ്പിൾസിനെ തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കുക എന്നുള്ളത് തീർച്ചയായും സംവരണത്തെ കുറിച്ച് ഉയർന്നു വരുന്നത്, അതിനെക്കുറിച്ച് പറയുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ശശി തരൂർ ലൈനിലുള്ള ഒരു സെലിബ്രേഷൻ ഓഫ് ഇന്ത്യൻ ഐഡിയോളജിക്ക് അപ്പുറം ഇന്ത്യൻ ദേശീയതയെ നിർണയിച്ചിട്ടുള്ള ഇത്തരം സമരങ്ങളുടെയും ഇത്തരം സംഘർഷങ്ങളും അത് ഉത്പാദിപ്പിച്ചിട്ടുള്ള ജനാധിപത്യ ഭാവനകളെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര സർവകലാശാലകൾ പുരോഗമിക്കുന്നില്ല
മൂവ്മെന്റ്, നെഹ്റുവിന്റെ ബാബ്സാഹുള്ള പ്രസ്ഥാനങ്ങൾ, അവരൊക്കെ ഈ ഒരു മൊമെന്റിനെ അടയാളപ്പെടുത്തുന്ന, ഈ ഒരു പൊളിറ്റിക്കൽ മൊമെന്റിനെ അടയാളപ്പെടുത്തുന്ന പ്രസ്ഥാനങ്ങളാണ്. അവര് സംസാരിച്ചുകൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള ലാർജർ ഒരു ബിൽഡപ്പിനെ കുറിച്ചാണ്. അപ്പം രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസത്തിൽ എന്തെങ്കിലും അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് മാത്രമല്ല, സാമൂഹികമായിട്ട് തന്നെ സംഭവിക്കുന്ന ഈ ഇത്തോസിന്റെ ചേഞ്ചാണ്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നത്, ഈ സംവാദം പക്ഷേ ആദ്യമല്ല, ഇപ്പൊ നമ്മൾ നടത്തുന്ന ഒരു സംവാദവുമല്ല. 1932 ആലപ്പുഴയിൽ ഇസ്ലാം ദീപം എന്ന് പറയുന്ന ഒരു പത്രം ഇറങ്ങി. എന്തായാലും 1930-കളുടെ ഒരു സവിശേഷത എന്ന് നമുക്കറിയാം, പ്രത്യേകിച്ച് ഉയർന്ന കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള ഒരു വലിയൊരു സംവാദം നടന്നിരുന്ന ഒരു സന്ദർഭമായിരുന്നു. ഒരു സ്വതന്ത്ര സമുദായം, കാരണം ദേശീയമായി ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഭാഗമല്ല, ഒരു പുതിയൊരു കമ്മ്യൂണിറ്റിയെ ഭാവന ചെയ്യാനുള്ള വലിയ ആലോചനകൾ നടന്നിരുന്ന സന്ദർഭമായിരുന്നു. അപ്പൊ ആ സംവാദത്തിന്റെ സന്ദർഭത്തിൽ 1932 ഇസ്ലാം ദീപം എന്ന് പറയുന്ന ഒരു മാഗസിൻ, ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങിയിരുന്ന മാഗസിൻ, അതിൽ ജാതിയെ കുറിച്ചുള്ള ചില സംവാദങ്ങൾ നടക്കുന്നുണ്ട്. 1932 അന്ന് ഒരു ഹിന്ദു യുവാവ് എന്ന് പറയുന്ന ഒരാൾ ഒരു ലേഖനം എഴുതി ഇതിനെ കുറിച്ചുള്ളത്. അപ്പൊ അതിൽ അദ്ദേഹം ഈ ഇസ്ലാം ദീപം മുസ്ലിങ്ങളുടെ ഒരു മാഗസിനാണ്, മാഗസിനാണ്. യൂനുസ് കുഞ്ഞ് എന്ന് പറയുന്ന ദക്ഷിണ കേരളയിലൂടെ പണ്ഡിതന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയിരുന്ന മാഗസിനായിരുന്നു. അപ്പം ഈ ഇസ്ലാം ദീപത്തിന്റെ ഈ ലക്കത്തിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ദേശീയഭാവം, ഇപ്പോഴുള്ള ഈ സംവാദം, അന്ന് നടന്നിരുന്ന ഈ സംവാദങ്ങളില് ജാതിയുടെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുതിയ ഒരു സാഹോദര്യത്തിന്റെ ഒരു രാഷ്ട്രീയം വിവിധങ്ങളായിട്ടുള്ള സമുദായങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയെടുക്കും. അതിന്റെ ചില ഘടകങ്ങളെ കുറിച്ച് ആലോചിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പുതിയൊരു സാഹോദര്യ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനങ്ങൾ നിലനിൽക്കുന്ന, അദ്ദേഹത്തിന്റെ എഴുത്ത് ഭാഷകൾ നിലനിൽക്കുന്ന സമുദായത്തിന്റെ മൂഷകളെ അപ്പാടെ തിരസ്കരിച്ച് സാഹോദര്യത്തിന്റെ പുതിയൊരു രാഷ്ട്രീയം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള സംവാദങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു ലേഖനം ഹിന്ദു യുവാവ് എന്ന പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസരപ്പിക്കുന്നത്. അപ്പം ഈ ഒരു സംവാദം ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും ഇത്തരമൊരു ആവശ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ പലപ്പോഴും നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ജാതിവാദം, സാമുദായികവാദം തുടങ്ങിയിട്ടുള്ള പ്രീസപ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സെക്യുലർ ന്യൂട്രൽ പബ്ലിക് സ്പേസിന്റെ ആളുകൾക്ക് പലപ്പോഴും അങ്ങനെ പറയുവാൻ ഇതിന്റെ ഒരു വിഭ്രാന്തിയിൽ പലപ്പോഴും സംവരണീയ സമുദായങ്ങൾ പോലും പെട്ടുപോയിരിക്കും. പക്ഷെ ഇന്ത്യയിൽ നമുക്കറിയാം, ഈ ജാതി സമുദായ സമവാക്യം നേരത്തെ പറഞ്ഞു, ദേശീയതാ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. കോൺഗ്രസ് പോലും അതിന്റെ ഒരു സോഷ്യൽ റിഫോർമേഷന്റെ ഘടകം ഒരു ഘട്ടത്തിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ആ പ്രശ്നം പരിഹരിക്കാതെയാണ്. അതുകൊണ്ട് ഇന്ത്യൻ ദേശീയതയെ കുറിച്ചുള്ള മുഴുവൻ സ്കോളേഴ്സും പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യ ഒരു ദേശീയത വിത്തൗട്ട് നാഷൻ രൂപപ്പെടാതെ രൂപപ്പെട്ടിട്ടുള്ള ഒരു ദേശീയതയാണ്. അതുകൊണ്ട് തന്നെ സമുദായങ്ങൾ, അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ എന്നുള്ളത് നമ്മുടെ ദേശീയത നിർണ്ണയിക്കും. അവരുടെ ഡൊമിനന്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഓൾറെഡി ഡൊമിനന്റ് ആയിട്ടുള്ള സോഷ്യലി എക്സിസ്റ്റിംഗ് ഡൊമിനന്റ് ആയിട്ടുള്ള സമുദായങ്ങൾക്ക് അവരുടെ ഇൻട്രസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അതിനെതിരെ ഈ ഒരു ജനാധിപത്യത്തിന്റെ സാഹോദര്യത്തിന്റെ ഭാവനയെ ഉയർത്തിക്കൊണ്ട് കമ്പാഷന്റെ മാത്രം ഒരു ഭാവനയല്ല, അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷന്റെ ഒരു പൊളിറ്റിക്സ് അല്ല, മറിച്ച് ഇതൊരു ഇമാൻസിപ്പേഷന്റെയും ലിബറേഷന്റെയും ഒരു ഘടകം കൂടി ഇതിനകത്തുണ്ടെന്നും അത്തരം ഭാവനകൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു സംവരണീയ സമുദായങ്ങളുടെ രാഷ്ട്രീയം എന്നുകൂടി പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നിലനിൽക്കുന്ന ഈ സമുദായത്തിന് 1932 ഇസ്ലാം ദീപം മാസികയിൽ അദ്ദേഹം എഴുതിയതുപോലെ പുതിയൊരു സാഹോദര്യ രാഷ്ട്രീയം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. തീർച്ചയായും ജാതി, അതുപോലെ തന്നെ ജാതി എന്ന് പറയുന്ന സമുദായം എന്ന് പറയുന്ന ഇത്തരം ഘടകങ്ങൾക്കിടയിൽ ഒരു സാഹോദര്യത്തിന്റെ രാഷ്ട്രീയം ഇത്തരം സംഗതികളെ കൂടി പരിഗണിച്ചുകൊണ്ടും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടും മാത്രം മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും അത്തരമൊരു ദിശയിലേക്ക് നമ്മുടെ പൊതു സംവാദങ്ങളെ കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ രാഷ്ട്രീയത്തെ ആ ഒരു ദിശയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കേണ്ടതുണ്ട്. അത്തരം അന്വേഷണങ്ങൾ, അത്തരം രാഷ്ട്രീയ പ്രയോഗങ്ങൾ ഒരുപാട് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. സംവരണത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഇന്ത്യയിലെ വിവിധ സംവരണീയ ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും
കൃത്യമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കേന്ദ്ര കമ്മിറ്റി അംഗം PK സാദിഖ് മമ്പാടിന് ഹൃദ്യമായ നന്ദി. ഈ പരിപാടിയിൽ നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിക്കുവാൻ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി സുഫാന ഇസ്ഹാഖിനെ ആദരവോടും ക്ഷണിക്കുന്നു. ആദ്യമായി നന്ദി അറിയിക്കുന്നു. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയവും സംവരണ നിലപാടും എന്ന വിഷയത്തിൽ ഇവിടെ പ്രഭാഷണം അവതരിപ്പിച്ച മാധ്യമ പ്രവർത്തകൻ S. അജിൻ സാറിനും ഈ പരിപാടിയിൽ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. സംവരണത്തിന്റെ രാഷ്ട്രീയവും സംവരണീയരുടെ രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ നമ്മളോട് സംബന്ധിച്ച ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കേന്ദ്ര കമ്മിറ്റി അംഗം PK സാദിഖ് സാറിനും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷ വഹിച്ച് സംസാരിച്ച ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് നയീം ഗഫൂർ, സ്വാഗതം അർപ്പിച്ച് സംസാരിച്ച ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കോഴിക്കോട് ജനറൽ സെക്രട്ടറി സജീർ സിഗും, ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രവർത്തകർക്കും അംഗങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.